നബിതങ്ങളും സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയും ഒരു തർക്കമുണ്ടായി. നബിതങ്ങൾ ചോദിച്ചു, ആരെയാണ് മധ്യസ്ഥതയിലേക്ക് വിളിക്കേണ്ടത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു വിളിച്ചാലോ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തെ വിളിച്ചത്. അങ്ങനെ അവസാനം അബൂബക്കർ റളിയല്ലാഹു അൻഹു മധ്യസ്ഥതയിലേക്ക് വന്നു. മധ്യസ്ഥത കേൾക്കാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നബിതങ്ങൾ ചോദിച്ചു, നീ തുടങ്ങണം ഞാൻ തുടങ്ങണം? അപ്പം നബിതങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, തകല്ലം അൻത വലാ തഖുൽ ഇല്ലാ ഹഖ, നിങ്ങൾ പറഞ്ഞോളി, പക്ഷെ കളവൊന്നും പറയരുത് കേട്ടോ. ചെറുതായിട്ട് ശബ്ദം ഉയർന്നത് പോലൊക്കെ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉടനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയോട്, നമ്മുടെ പ്രവാചകന് കള്ളം പറയൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നതുണ്ട്, അടിച്ചു എന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നബിതങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട് പറയുന്നത്, ഇതിനാണോ അങ്ങേ ഇങ്ങോട്ട് വിളിച്ചത്? കൃത്യമായി മധ്യസ്ഥത കേൾക്കുക. അവസാനം അബൂബക്കർ റളിയല്ലാഹു അൻഹു ദേഷ്യത്തോടെ എണീറ്റ് പോയ ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹ നബിതങ്ങളോട് പറയുന്നുണ്ട്, നബിയെ, നിങ്ങളെ ഞാൻ എൻ്റെ വാപ്പൻ്റെ രക്ഷിച്ചില്ലേ? ഉടനെ തന്നെ തമാശയായി മാറി. ഒരു ഇസ്ലാമിക ചക്രവാളത്തിന്റെ പ്രവാചകൻ, അറേബ്യൻ സാമ്രാജ്യത്തിന്റെ നേതാവ്, സ്വന്തം തന്റെ ഭാര്യയോട് പെരുമാറിയ ഒരു രീതിയാണ്. മനുഷ്യകുലത്തിന് വേണ്ടിയ മനുഷ്യകുലത്തിന്റെ പ്രവാചകൻ ഏറ്റവും അടിത്തട്ടിൽ എങ്ങനെ പെരുമാറിയുന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവ്. മക്കാ വിജയം കഴിഞ്ഞിങ്ങനെ എല്ലാവരും ബാങ്ക് വിളിക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. സ്വർഗത്തിന്റെ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അങ്ങനെ ഒരുപാട് നേതാക്കന്മാരൊക്കെ ഉണ്ട്. ആ സമയത്തും ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നബിതങ്ങൾ വിളിക്കുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹു, എത്യോപ്യൻ അടിമയായ കറുകറുത്ത ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ മുതുകിൽ ചൂണ്ടി ബാങ്കൊക്കെ കൊടുത്ത് ഇറങ്ങി വരുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വിരലിനോട് വിരൽ ചേർത്തിട്ട് നബിതങ്ങൾ ലോകത്തോട് പറയുന്നുണ്ട്, അന്നാസു സവാസിയത്തും കഅസ്നാനിൽ മിശ്ത, ഒരു ചീർപ്പിന്റെ പല്ലുകൾ എങ്ങനെ സമമായി നിൽക്കുന്നുവോ അതുപോലെ സമന്മാരാണ് ലോകത്തിലെ എല്ലാ ജനങ്ങളും. ഇക്വാലിറ്റി, സമത്വം എന്ന പദത്തിന് നബിതങ്ങൾ 1500 വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ ഏറ്റവും വലിയൊരു ഡെഫിനിഷൻ. ഇന്നത്തെ കാലത്ത് ട്രാൻസ്ജെൻഡറുകളുടെ ലിംഗസമത്വത്തിന്റെ ഒക്കെ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ചില റിപ്പോർട്ടുകളിൽ നബിതങ്ങളുടെ കാലത്തും അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. ആ കാരണം കൊണ്ട്, ആ പ്രശ്നം കൊണ്ടൊന്നും അവരെ അകറ്റി നിർത്തിയിരുന്നില്ല നബി. പക്ഷേ കാലങ്ങൾക്ക് ശേഷം എന്തോ ഒരു ആരോപണത്തിന്റെ പേരിൽ, തെറ്റിദ്ധാരണ പരത്തുന്നു എന്ന ആരോപണത്തിന്റെ പേരിൽ ആ വ്യക്തിയെ മാറ്റി നിർത്തുന്നുണ്ട്. ഇന്ന് നമ്മൾ എങ്ങനെയാണ് അവരോട് സമീപനത്തിന്റെ രീതി? ഒരു ഡോക്ടറുടെ മുമ്പിൽ ഒരു രോഗത്തെയാണ് ഡോക്ടർ നമ്മൾ വെറുക്കേണ്ടത്, രോഗിയെ ഒരിക്കലും വെറുക്കേണ്ടതില്ല. ആ രീതിയിൽ അവരോട് സമീപനം നടത്തണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവിടുത്തെ ഹസൻ ഹുസൈനോടുള്ള കാരുണ്യത്തെക്കുറിച്ച്, ആരൊരാൾ ഹസൻ ഹുസൈനെ ഒട്ടകപ്പുറത്തേറി മുട്ടുകുത്തി നിൽക്കുന്നു, ആരൊരാൾ ആ ബത്തൂരിന്റെ കവിൾ തടം ചൂടുള്ള ചുംബനത്താൽ താലോലിക്കുന്നു. നബിതങ്ങളുടെ സ്വന്തം മകളെ വിവാഹത്തിന് ശേഷവും അവരോട് ചുംബനം നൽകി പെരുമാറിയ രീതി, മൃഗങ്ങളോട് പെരുമാറിയ രീതി, ഒരു പിഞ്ചുമൃഗത്തെ അതിൻ്റെ പക്ഷി തള്ളയുടെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന് ആ പക്ഷിയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് സ്വഹാബിയോട് നബിതങ്ങൾ പറയുന്നുണ്ട്. സച്ചിദാനന്ദൻ നബിതങ്ങളുടെ ജീവിതാധ്യാപനങ്ങളെ കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട്. സ്നേഹിക്കൂ സ്നേഹിക്കൂ, ആ ശബ്ദം എന്നോട് പറഞ്ഞു, സ്നേഹിക്കൂ, വഴിതെറ്റിയ കുട്ടിയെ, വാടി വീണ ഇലയെ, വേദനിപ്പിക്കുന്ന മുള്ളിനെ പോലും സ്നേഹം അതിലും പൂവിരിക്കും. ആരുമായി യുദ്ധം വേണ്ട, നിന്നോടുള്ള യുദ്ധമാണ് ഏറ്റവും വലിയ യുദ്ധം. സ്നേഹിക്കുക, മനുഷ്യനാകുക. മാനുഷിക മൂല്യങ്ങൾക്ക് നിബിധങ്ങൾ വെച്ച അജ്ജതുൽ വിദാഹിന്റെ പ്രസംഗമേറെ പ്രസിദ്ധമാണ്. ഒരുപാട് വലിയ പ്രസംഗമൊന്നുമാകുന്നില്ല, ആറ്റുകുറിച്ച് വായിച്ചാൽ ഒരു പേജിൽ തികയുന്ന പ്രസംഗം. പക്ഷേ ഇന്നും ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമെന്ന് നമുക്ക് അവകാശപ്പെടുന്ന ഒരു പ്രസംഗം. മനുഷ്യനാവുക, നബിതങ്ങളുടെ അധ്യാപനങ്ങൾ സ്വീകരിക്കുക. റബ്ബ് സഹായിക്കട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.